ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഒരു ജംപ് സ്യൂട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ്. ഇതെൻ്റെ ഒരു പഴയ ചുരിദാറാണ്. പഴയതെന്ന് പറഞ്ഞാൽ ആകെ 2 തവണയേ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് ഫിറ്റായത് കാരണം ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് വെച്ചിട്ടൊരു ജംപ് സ്യൂട്ടാണെന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. കുറേ ആയൊരു ജംപ് സ്യൂട്ട് സ്റ്റിച്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് വെച്ച് ഒരു ജംപ് സ്യൂട്ട് ചെയ്തെടുക്കാം. നെക്കിൻ്റെ താഴെയായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനി ഉള്ളിൽ സ്റ്റിച്ചിങ്ങൊക്കെ അഴിച്ചെടുക്കേണ്ടതുണ്ട്. തുന്നഴിച്ചെടുക്കണം. വണ്ണം കുറഞ്ഞതായതുകൊണ്ട് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ വഴിയ. അപ്പോൾ ഒക്കെ ഒന്ന് തുന്നഴിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ തുന്നഴിച്ചെടുത്തിട്ട് 2ആക്കി കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിൽ പ്രിൻ്റ് ഉള്ളതാണ്, ചെറിയ ഡോട്ട് ഉള്ളത്. ബാക്കിൽ പ്ലെയിനാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടോളൂ കേട്ടോ. ഈ പ്രിൻ്റ് വരുന്ന ഫാബ്രിക് കൊണ്ട് ബോഡി പാർട്ട് ചെയ്തെടുക്കാം. പ്ലെയിനായിട്ട് ബ്ലാക്കിൽ വരുന്ന ഭാഗം കൊണ്ട് പാൻറ്റും ചെയ്തെടുക്കാം. ഈ പ്രിൻ്റ് വരുന്ന ഭാഗം വെച്ച് ബോഡി പാർട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബോഡി പാർട്ട് ചെയ്യാനായിട്ടുള്ള അളവെടുക്കാം. 28 ഇഞ്ചിൽ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. 7.5 ഇഞ്ച് ലെങ്ത്തും മാർക്ക് ചെയ്യാം. ഈ എടുത്ത അളവ് ഫ്രണ്ടിലേക്ക് മാത്രമുള്ള അളവാണ്. ഫ്രണ്ടിൽ ഇലാസ്റ്റിക് വെച്ച രീതിയിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ബോബിൻ കേസിൽ ചെറിയ ഇലാസ്റ്റിക് ത്രെഡ് വെച്ചിട്ടുള്ള ഒരു സ്റ്റിച്ചിങ്ങില്ലേ, അതാണ് ഫ്രണ്ടിൽ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഫ്രണ്ടിൽ ഇത്രയും വിഡ്ത്ത് വരുന്നത്. 28 ഇഞ്ച് വിഡ്ത്ത് എടുക്കുന്നത് അതുകൊണ്ടാണ്. ഇനി മാർക്കിങ്ങിലൂടെ ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് ഉരുട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കുകയോ ചെയ്യാം. ഫ്രണ്ടിലേക്കുള്ള ഈ ഇലാസ്റ്റിക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം ബാക്കി കട്ടിങ്ങൊക്കെ കാണിക്കാം. ബോഡി പാർട്ടിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിങ്ങനെ ചുരുട്ടി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാണ്. ഇപ്പോൾ ക്യാമറേൻ്റെ ഫ്രണ്ടിലല്ല, അതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റുന്നില്ല. ഞാൻ ശ്രദ്ധിച്ചില്ല, ഒന്ന് ക്ഷമിക്കുക. അതിനെ മടക്കി സ്റ്റിച്ച് ചെയ്താലും മതി. ഞാനിവിടെ ചുരുട്ടിയെടുത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനിതുപോലെ ചുരുട്ടിയെടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. ഇതാണ് ഞാൻ പറഞ്ഞ ഇലാസ്റ്റിക് ത്രെഡ്. ഇതിനെ ബോബിനിൽ ചുറ്റിയെടുക്കണം. ഇതുപോലെ ബോബിനിലേക്ക് ഈ ഇലാസ്റ്റിക് ത്രെഡിനെ നമുക്ക് ചുറ്റിയെടുക്കാം. കേസിൻ്റെ സ്ക്രൂ ഒന്ന് ലൂസാക്കി കൊടുക്കണം. എങ്കിലേ ആ ത്രെഡിനെ പുറത്തേക്ക് എടുക്കാൻ കഴിയൂ. അപ്പോൾ ഒന്ന് ലൂസാക്കി കൊടുക്കുക. ത്രെഡിനെ പുറത്തെടുക്കുന്ന അതേ രീതിയിൽ തന്നെ മെഷീൻ്റെ പുറത്തേക്ക് ഇലാസ്റ്റിക് ത്രെഡിനും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഫാബ്രിക്കിൻ്റെ മുകളിലായിട്ട് ഉരുട്ടി സ്റ്റിച്ച് ചെയ്തെടുത്തതാണിത്. ഇനി അതിൻ്റെ താഴെയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇലാസ്റ്റിക് വെച്ച് അതിൻ്റെ താഴെയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇനി. പിന്നെ ഫാബ്രിക്കിൻ്റെ നല്ല വശം മുകളിൽ വരുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ചീത്ത വശം താഴെയുമായിരിക്കണം. ഇലാസ്റ്റിക് ചീത്ത വശത്താണ് വരേണ്ടത്. അപ്പോൾ നല്ല വശം മുകളിലായിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണാമല്ലോ, അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിനനുസരിച്ച് ക്ലോത്ത് ഇങ്ങനെ ചുരുങ്ങി വരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു തവണ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതേപോലെ ഈ ക്ലോത്തിനെ മുഴുവനായിട്ട് താഴെ വരെ ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ക്ലോത്ത് ഇതുപോലെ ചെറുതായി വന്നിട്ടുണ്ട്. ഇനി ബാക്കി കട്ടിങ്ങുകൾ കഴിഞ്ഞിട്ട് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. ഇതിൻ്റെ ബേക്കിലോട്ടുള്ള ബോഡി പാർട്ടിൻ്റെ ബേക്കിലോട്ടുള്ള പീസിനെ കട്ട് ചെയ്തെടുക്കണം.
ഇതിൻ്റെ കട്ടിങ്ങിൽ ഒരു അബദ്ധം പറ്റി. എന്തെന്ന് വെച്ചാൽ ഫ്രണ്ടിലെ പീസ് കുറച്ച് ലെങ്ത്ത് വേണ്ടതിനാൽ സെൻറ്ററിൽ വെച്ചാണ്ട് കട്ട് ചെയ്തു പോയി. അപ്പോൾ ബാക്കിലെ പീസിന് ലെങ്ത്ത് കറക്റ്റ് ആക്കണമെങ്കിൽ ഇതിനെ ജോയിൻറ്റ് ചെയ്തെടുക്കണം. അതുകൊണ്ടാണ് ഇത് 2 പീസാക്കി ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകരുത്. 8 ഇഞ്ച് ലെങ്ത്താണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വിഡ്ത്ത് 10 ഇഞ്ചിലുമാണ്. അതിനെ കട്ട് ചെയ്തെടുക്കുക. കൈക്ക് വള്ളിയാണ് വെച്ച് കൊടുക്കുന്നത്. അതിന് 3 ഇഞ്ച് വിഡ്ത്തിൽ ഒരു ഭാഗത്തേക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇതിന് ലെങ്ത്ത് ഒരു 8.5 ഇഞ്ചാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അത് സ്റ്റിച്ച് ചെയ്യണ സമയത്ത് എത്രയാണ് നെക്ക് ഇറക്കം വേണ്ടത് അതിനനുസരിച്ച് അളവ് കൊടുക്കുക. ഈ മാർക്കിങ്ങിലൂടെ ഇതിനെ കട്ട് ചെയ്തെടുക്കുക. ഇനി പാൻറ്റിൻ്റെ മാർക്കിംഗ് നോക്കാം. പാൻറ്റിൻ്റെ ഇറക്കം വരുന്നത് 15 ഇഞ്ചാണ്. 15 ഇഞ്ചാണ് പാൻറ്റിൻ്റെ ഇറക്കം വരുന്നത്. അത് നോക്കി മുകളിലും താഴെയും മാർക്ക് ചെയ്തെടുക്കാം. ബോഡി പാർട്ടുമായിട്ട് കൂട്ടി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 1/2 ഇഞ്ചും കൂടെ മുകളിൽ വിടണം. ഈ അളവ് പാൻറ്റ് വെച്ച് ഇതിൽ മാർക്ക് ചെയ്തെടുക്കാം. 1/2 ഇഞ്ച് മുകളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ വേണം ഈ അളവ് പാൻറ്റ് വയ്ക്കാനായിട്ട്. ക്രോച്ചിൻ്റെ അവിടെ നല്ല ലൂസിലാണ് ഈ പാൻറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാൻറ്റിൻ്റെ അതേ മാർക്കിംഗ് ആണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. നിങ്ങൾ അളവെടുക്കുമ്പോൾ ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ക്രോച്ചിൻ്റെ അവിടെ ടൈറ്റ് ആണെങ്കിൽ ആ പാൻറ്റിനേക്കാളും കുറച്ച് അധികം എടുക്കാൻ ശ്രമിക്കുക. ഇത് ടോപ്പ് പാർട്ടുമായിട്ട് ജോയിൻറ്റ് ചെയ്യേണ്ടതാണ് പാൻറ്റ്. അപ്പോൾ ടൈറ്റ് ആകെ ഇറുകി പോകും. അതുകൊണ്ടാണ് അവിടെ ലൂസിൽ ഇടാൻ പറയുന്നത്. അരയുടെ അടുത്ത് ഇലാസ്റ്റിക് വെക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ കറക്റ്റ് അളവിലല്ലാതെ കുറച്ച് സ്പേസ് വിട്ട് മാർക്ക് ചെയ്യുക. അതിൻ്റെ മാർക്കിങ്ങിലൂടെ ഇതിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഭാഗത്തേക്കുള്ളത് റെഡിയായി. അടുത്ത ഭാഗത്തേക്കൂടെ ഉള്ളത് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ കാല് സെപ്പറേറ്റായിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാൻ കാരണം ക്ലോത്തിന് ഒരു ഏറ്റക്കുറച്ചിലുള്ളത് കൊണ്ടാണ്. കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആവില്ല എന്ന് തോന്നിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കട്ടിങ് കഴിഞ്ഞു. ഇനി സ്റ്റിച്ചിങ് നോക്കാം. കൈക്ക് വെച്ചെടുക്കാനുള്ള വെള്ളിയാണിത്. ഇതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് പുറത്തേക്ക് മറിച്ചെടുത്ത് ഒന്ന് അയൺ ചെയ്തെടുക്കുക. ഇനി ബാക്ക് പീസിനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് ലൈനിങ് വയ്ക്കുന്നുണ്ട്. ലൈനിങ്ങും നല്ല ഫാബ്രിക്കും ഒരു 1/4 ഇഞ്ചിൽ ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി അതിന് മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് വള്ളി എവിടെ വയ്ക്കേണ്ടതെന്ന് മാർക്ക് ചെയ്യണം. അതിനായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് എവിടെയാണ് വള്ളി വയ്ക്കേണ്ടതെന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഞാനൊരു 2.25 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തത്. വള്ളി വയ്ക്കേണ്ട 2 സൈഡും മാർക്ക് ചെയ്തെടുത്തു. മാർക്ക് ചെയ്ത അവിടേക്ക് വള്ളി വെച്ച് കൊടുക്കുകയാണ്. വള്ളി വെച്ച് ഞാൻ പിൻ ചെയ്ത് വയ്ക്കുന്നുണ്ട്. രണ്ട് സൈഡിലുമായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഫ്രണ്ടിലെ പീസുമായിട്ട് ഈ വള്ളീനെ ജോയിൻറ്റ് ചെയ്തെടുക്കണം. എത്രയാണ് നെക്കിറക്കം വേണ്ടത് എന്ന് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാനൊരു 3 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തത്. ഷോൾഡറിൻ്റെ അവിടെ മുതൽ താഴേക്കൊരു 3 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് ഇതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സൈഡിലുമായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഫ്രണ്ടും ബാക്കും തമ്മിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതിനെ വയ്ക്കുക. ചീത്തവശം പുറത്തേക്ക് വരുന്ന രീതിയിലും. എന്നിട്ട് തയ്യൽ തുമ്പ് വിട്ട് ഇതിൻ്റെ 2 സൈഡിലും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതിന് സിബ്ബ് വെച്ച് കൊടുക്കണം. സിബ്ബില്ലാതെ ഇത് ഡ്രസ്സ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ബാക്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതുപോലെ ഒരു നീളത്തിലൊരു ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ 3 വശങ്ങളും മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. മെയിൻ ഫാബ്രിക്കിൽ കട്ടിങ് കൊടുത്തതിനേക്കാൾ ഒരു 1/2 ഇഞ്ച് അധികം ഈ ഫാബ്രിക്കിൽ കട്ട് ചെയ്തെടുക്കാം.
ഫാബ്രിക്കിൻ്റെ നല്ല വശത്ത് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഈ പീസിനെ 1/2 ഇഞ്ചിൽ പുറത്തേക്ക് മടക്കി എടുത്ത് അതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സിബ് വയ്ക്കാനായിട്ട് കട്ടിങ് വെച്ച ആ ഭാഗത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ആ പീസിനെ ഉള്ളിലേക്ക് മറിച്ചെടുത്ത് ഇതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് സിബ് കയറ്റി വെച്ച് ഈ ഫാബ്രിക്കുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇനി പാൻറ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അരയുടെ ഭാഗത്ത് നിന്ന് താഴെ ക്രോച്ചിൻ്റെ ഭാഗം വരെ 2 സൈഡിലുമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ 2 വശങ്ങളും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി പാൻറ്റിൻ്റെ താഴെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ അതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം പാൻറ്റിനെ ഇതുപോലെ തിരിച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ തയ്യൽ തുമ്പ് വിട്ട് കാൽഭാഗത്തെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ചെയ്യാനുള്ളത് പാൻറ്റിനെയും ബോഡി പാർട്ടിനെയും തമ്മിൽ ജോയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് ബോഡി പാർട്ടിനെ പാൻറ്റിൻ്റെ അകത്തേക്ക് ഇതുപോലെ കയറ്റി വയ്ക്കുക. പാൻറ്റിൻ്റെ നല്ല വശവും ബോഡി പാർട്ടിൻ്റെ നല്ല വശവും തമ്മിൽ ചേർന്നിരിക്കുന്ന രീതിയിലാണ് ഇത് വെക്കേണ്ടത്. സ്റ്റിച്ച് ചെയ്തെടുക്കാൻ എളുപ്പത്തിനായിട്ട് ഇതിനെ രണ്ടിനും കൂടെ ഒന്ന് പിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് റൗണ്ടിൽ പിൻ ചെയ്തെടുക്കാം. ബോഡി പാർട്ടിനെയും പാൻറ്റിനെയും തമ്മിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ജംപ് സ്യൂട്ടിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നല്ല വശത്തേക്ക് മറിച്ചെടുത്ത് നോക്കണം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. സിബ് വേണമെങ്കിൽ കുറച്ചും കൂടെ ഇറക്കി വെക്കട്ടോ. എൻ്റെ കയ്യിൽ ചെറിയ സിബുള്ളായിരുന്നു, അതുകൊണ്ട് ചെറുതാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചത്. പാൻറ്റിൻ്റെ ഈ പൊസിഷൻ മുതലൊക്കെ സിബ് വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ സിബ് എടുക്കുമ്പോൾ കുറച്ച് നീളത്തിലെടുക്കുക, അപ്പോൾ കുട്ടികൾക്ക് ഇടാനും എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മുടെ ജംപ് സ്യൂട്ടിൻ്റെ ഫൈനൽ ലുക്കാണിത്. നമ്മൾ യൂസ് ചെയ്യാത്ത വണ്ണം കുറഞ്ഞിട്ട് നമ്മൾ അലമാരയിലേക്ക് മാറ്റി വയ്ക്കുന്ന ഇതുപോലെ നല്ല ചുരിദാറുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനെ ഇതുപോലെ ജംപ് സ്യൂട്ടോ ഫ്രോക്കോ അല്ലെങ്കിൽ പാൻറ്റോ അതുപോലെ പല ഐറ്റംസുമായിട്ട് നമുക്ക് റീയൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ.